ഹലോ ഗൈസ്, വീഡിയോ ബോയ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്ന് ഗൈസ് നമ്മളൊരു അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതേപോലത്തെ ഞാൻ ബെഡ് റോക്കിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ജാവേൻ്റെ വേണമെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ജാവേൻ്റെയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, അയ്യോ ഞാൻ കുറച്ച് ഇത്രയും മണ്ടയൊക്കെ ഇരിക്കണേ ഒന്നും വിചാരിക്കില്ലേ, വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ മെയിൻ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബട്ട് നിങ്ങൾ എന്നെ കാണുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. എന്ത് ചെയ്യാനാ, പ്രോ എന്തോ ചെയ്യാനാണ്. അങ്ങനെ എന്താ അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ജസ്റ്റ് താഴെ ചെന്നിട്ട് ആ റെഡ് ബട്ടനെ ഒന്ന് ചെന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് 100 ഡയമണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ FF കിട്ടും. പിന്നെ 100 കോയിൻ മൈൻക്രാഫ്റ്റിലും കിട്ടും എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഇനി ഫസ്റ്റ് തന്നെ റിസോഴ്സ് ഞാൻ എടുക്കുന്നതും കാണിച്ചു തരാം. ഇതിന് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് നിങ്ങൾ നോക്കണം, കാരണം അത് ഞാൻ റഫായിട്ട് ചുമ്മാ ജസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് എന്താ കറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. നമുക്ക് ഇപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഒരു 2 സ്റ്റാക്ക് എങ്ങനെയാണ്, 2-3 സ്റ്റാക്ക് എനിക്ക് തോന്നുന്നു. ഒരു സ്റ്റൈം ബോർഡ് 3 എണ്ണം മതി. പിന്നെ സ്റ്റാക്കായിട്ട് എടുക്കുമ്പോൾ സ്റ്റാക്കായിട്ട് അങ്ങ് കയ്യിൽ വന്നാൽ. പിന്നെ ഈ ബെഡ് വേണം, 20 ബെഡ് വേണം മീൻസ് മൊത്തം. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം 20 ഇത് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ബെഡ് പിന്നെ എനിക്ക് ആവശ്യം വരും, എനിക്ക് കിടക്കാൻ. പിന്നെ പിന്നെന്താ ഇതൊക്കെ ഉള്ളത് പ്രതീക്ഷിച്ച് ഞാൻ എന്തായാലും വർക്ക് തുടങ്ങാൻ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാക്കുന്നില്ല, ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ വിളിക്കുമ്പോൾ അതെവിടെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്ലെയിൻസ് ആയിട്ട് എനിക്ക് മഞ്ഞമല കിട്ടിയത് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ 150 ബ്ലോക്ക് നിലവിൽ ഇതുള്ള ഇതെന്താ എനിക്ക് എടുക്കത്തില്ല. ഇതെന്താ കുറച്ചും തരുമോ നമുക്ക് നോക്കിക്കട്ടെ. ഇപ്പോൾ നമുക്കിത് പണി തുടങ്ങാം, പണിയിലേക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ 150 ബ്ലോക്ക് വില്ലേജിൽ നിന്ന് മാറിക്കുക. എന്നിട്ട് നിങ്ങളൊരു 8 ബ്ലോക്ക് പില്ലർ ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ 8. പിന്നെ ഇനി നിങ്ങൾ 4 ഡയറക്ഷനിലേക്ക് ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. അങ്ങനെ 3 ബ്ലോക്ക് വെക്കണം. അയ്യോ 3 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് കൂട്ടണം. എന്നിട്ട് 3 ബ്ലോക്ക്. ചിലവർ ഈ 2 ബ്ലോക്കിൽ തന്നെ ഈ ഒരു ബ്ലോക്കിൽ 2 ബ്ലോക്കും കൂടെ ചേരുമ്പോൾ 3 പറയും. അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്ലസ് സൈൻ ഇങ്ങനെ കൊണ്ടുവരിക. പ്ലസ് സൈൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇത് ഫുള്ള് ഫില്ലാക്കുക. ഇത് ഫുള്ളങ്ങ് ഫില്ലാക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് ഭയങ്കര എഫിഷ്യൻസി വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസോഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താ ഉണ്ടാക്കാൻ മറന്നൊക്കെ പോയി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓക്കെ നമ്മളത് ഫില്ലാക്കിയിട്ടുണ്ട്. ഫില്ലാക്കിയിട്ട് നിങ്ങളിത് ഒരു സൈഡിൽ ഇങ്ങനെ ഓരോ ബ്ലോക്ക് ഇങ്ങനെ വെക്കുക, ഓരോ കോർണർ സൈഡിലായിട്ട്. ഓക്കെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ബെഡ് വെക്കുക. 20 ബെഡ് വേണമെങ്കിൽ ഓരോ വില്ലേജസിനും. അടുത്തത് ഇത് മൊത്തം 1 2 3 4 5 6 ബെഡ് ഐസ് 8 ബെഡ് ഐസ് മൊത്തം. ഇപ്പോൾ 8 ബെഡ് 9 10 11 12 13 13 14 15 16 17 18 ബെഡ് ഐസ്. ഇനി ഇവിടെയും കൂടെ 2 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മൊത്തം 20 ബെഡ് ഐസ്. ഈ കുഞ്ഞ് സ്പേസിൽ 20 ബെഡ് വെച്ചതുണ്ടോ ഇത്രേ ഉള്ളൂ. ഓക്കെ ഇനി ഒരു ബ്ലോക്ക് കൂടെ മണ്ടയിൽ വന്നിട്ട് ഇത് ഫുൾ അങ്ങ് ഫില്ലാക്കുക. അയ്യോ അവിടെ ബ്ലോക്ക് ഉണ്ട്, അവിടെ ബ്ലോക്ക് ഉണ്ടോ. പിന്നെ ഈ 8 തന്നെ പില്ലർ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ താഴെ പോകണോ, അതാണ് 8 ബ്ലോക്ക് പില്ലർ വെക്കുന്നത്. സേഫ് ഇല്ല പറയി. പിന്നെ നിങ്ങൾക്ക് ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ വേണമെങ്കിൽ ദൃശ്യം 3 ഞാൻ ചെന്ന് കണ്ടു, അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ റിവ്യൂ ഇടാം. ഞാൻ ചെറിയ ചുരുക്കി പെട്ടെന്ന് പറയുവാണെങ്കിൽ ഗൈസ് ദാറ്റ് ഈസ് അമേസിങ്, അത്രേ പറയാനുള്ളൂ ഗൈസ്. ഞാൻ ഒട്ടും, കാരണം നിങ്ങൾക്കറിയാലോ പുഷ്പ, ഞാൻ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുഷ്പ 1 അത്യാവശ്യം കൊള്ളാമായിരുന്നു സിനിമ. ഓക്കെ നമുക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇത് നിങ്ങൾ 5 എണ്ണം ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുക. 5 എണ്ണം ഇങ്ങനെ 5 എണ്ണം വെച്ചിട്ട് ഇത് 5 എണ്ണം ഉണ്ട്. 15 ആയി. 15 ഇവിടെയും കൂടെ വെക്കുമ്പോൾ ഈ മൊത്തം 20 ആയി ഗൈസ്. 20 ഇത് വേണം വില്ലേജസ് ആണ് ഗൈസ്. എന്നിട്ട് അയ്യോ ഗൈസ് നിങ്ങളിത് ഫുള്ള് ഇങ്ങനെ കുറച്ച് മൂടുക. സത്യം പറയുമ്പോൾ ഞാൻ മറന്നുപോയി. സത്യം എനിക്കിത് പണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ വലിയ ഇമ്മ ഗ്രേഡിയോ ഇതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ഇത്ര ഇനി ഇവിടെ നടുക്കായിട്ട് ഒരു ഇത് വെക്കുക. എന്നിട്ട് നിങ്ങൾ
വില്ലേജസ് നിങ്ങളുടെ കയ്യിൽ വലിയ ബ്രീഡറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില്ലേജസിനെ ബ്യൂട്ടി കൊണ്ടുവരാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 4 വില്ലേജസിനൊക്കെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്കറിയാലോ, അത്രയും പേരെ കൊണ്ടുവന്ന് ഒരു ജാവരാണെങ്കിൽ 3 പേരെ കൊണ്ടുവന്നാൽ അങ്ങോട്ട് മതി. പക്ഷേ 20 പേരെ കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിൽ 20 പണിയെടുക്കാത്തവരെ കൊന്നു കളയണം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫെക്റ്റിൻ്റെ തന്നെ വെക്കണമെന്നില്ല. കമ്പോസ്റ്ററോ അല്ലെങ്കിൽ ഈ ഇമാരെ പണിയെടുക്കുന്ന എന്തെങ്കിലും വെച്ചാൽ മതി. ഇവനെ കൊച്ചു ചേർക്കൻ ഓടാ, ഞാൻ അറിയാണ്ട് ഓട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്താൽ 2 3 4 അധികം പണിയെടുത്തില്ലല്ലോ. ഓക്കെ, മൊത്തം ഇപ്പോൾ 3 ആയി. 4 5 6 വെയിറ്റ് ചെയ്സ്. 3 ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് 3 ബ്ലോക്ക് ഉണ്ട്. 3 ബ്ലോക്ക് ഞാൻ ബ്ലോക്കാൻ പോകാം. ട്യൂട്ടോറിയൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മറ്റേ ഗെയിം ബോയ്സ് വെക്കുന്നില്ല, കാരണം ഇമാരെ സൗണ്ട് അറിയാമെന്നില്ല. അനോയിങ്ങാണ്. മൊത്തം 3 4 7 ആയി. 8 9 ഇതെന്താ അതെന്തുവാ സംഭവിച്ചേ? ഇത് മൊത്തം എത്രയാണ്? 4 4 8 9 10 11 12 13 14 15 16 17 19 20 21 22. ഇതിനകത്ത് 2 ഞാൻ എന്നോട് ചോദിക്കുന്നത്, ഞാനിത് ഇമാരെ കൊല്ലാൻ വന്നു. ഓക്കെ, 2 പേരെ കൊല്ലാൻ വന്നു. ഇനി അമ്മമാരെ തല്ലി പിടിപ്പിക്കുമോ? അമ്മമാരെ കറക്റ്റായിട്ട് ഇതിപ്പോൾ ഇവ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഒരു വില്ലേജാണ് ഇട്ട് കഴിഞ്ഞാൽ പണി എടുക്കാണ്ടിരുന്ന ഇത് ഒരു കുഞ്ഞാപ്പി ഇമാർക്ക് എപ്പോഴാണ് വളരുന്നത്? വില്ലേജാ പോടാ. ഇപ്പോൾ ഒരു വില്ലേജാനും കൂടി ഇടാം. അവൻ പണി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഒരു കൂടി ഇട്ടാൽ ഇവനും കൂടെ പണി എടുത്തു കഴിഞ്ഞാൽ ഇവനും ഓക്കെ. ശിവൻ പണിയെടുക്കുന്നില്ല, ഇവൻ പണിയെടുക്കുന്നില്ല. ഇവനെ കൊല്ലാം. അധികം വില്ലേജാൻ്റെ ആവശ്യമൊന്നുമില്ല. 20 മതി, 20 പറ്റത്തുള്ളൂ. പിന്നെ എഫിഷ്യൻസി ഉണ്ട്. 4 സൈഡിൽ 4 എണ്ണമൊക്കെ, പക്ഷേ അത് വേറെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. അവിടെ ടോർച്ച് വെക്കുക. കാരണം അവിടെ ലൈറ്റ് കിട്ടാനാണ്. എന്നിട്ട് നിങ്ങളൊരു 3 ബ്ലോക്ക് ഇങ്ങനെ മണ്ടയിലേക്ക് വാള് പോലെ ഇങ്ങനെ വെക്കുക. ഒരു മിനിറ്റ്. ഒന്ന് ഉറങ്ങട്ടെ, ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. ബാക്കി പണി രാവിലെ. ഇതിൻ്റെ റിസോർട്ട്സ് ഒന്നും വലിയ പാടില്ലാത്ത റിസോർട്ട്സാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ, 2 അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കുന്ന ആളാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ ഫെറ്റിംഗ് ടേബിൾ വെക്കില്ല ഗൈസ്. കാരണം അതുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ റിസോഴ്സ് കുറവായിരിക്കും. ഞാനാണെങ്കിൽ കമ്പോസ്റ്ററെ വെക്കത്തുള്ളൂ. കമ്പോസ്റ്റർ ആകുമ്പോൾ ലാഭമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക. ഇവിടെ സൈൻ ബോർഡ് വെക്കുക. തെറ്റി ഇത് വർക്കാവോ നോക്കാം ഗൈസ്. ഇത് വർക്കായാൽ മതി. ഓക്കെ, അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് റെഡിയായി നമ്മുടെ അയൺ ഫാം. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ അയൺ ഫാം എന്ന് പറയുന്നത്. ഇത് അടിയിൽ കുറച്ച് ചങ്ങായിമാരുണ്ട്. അല്ല, ഇനിയുണ്ട് പണി തീർന്നിട്ടില്ല. ഇതിപ്പോൾ വർക്കാവില്ല. കുറച്ച് കഴിയുമ്പോഴേ വർക്കാവത്തുള്ളൂ. കാരണം ഇതിപ്പോൾ ഉണ്ടാക്കിയതല്ലോ. ഇപ്പം 3 ബ്ലോക്ക് താഴത്ത് പോയിട്ട് ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താ? അപ്പോൾ ഇതല്ല, ഇതാണ്. ഇതെന്താ? അങ്ങനെ ഒരു സീനുണ്ട് ഗീസ്. ഇവിടെ ഇരുന്നാൽ ഇത് ഐസാവും ഗീസ്. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടു. ഇവിടെ ഇരുന്ന് ഇത് ഐസാവും. അതൊന്ന് കൊല്ലട്ടെ. എന്തോ സംഭവിച്ചല്ലോ. ഇതെന്താടി ഇവിടെ വെള്ളം പോണേ? എന്തുവാടാ? ഓക്കെ, വെള്ളം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്താ വർക്കാവാത്തതെന്ന് എന്നോട് ചോദിക്കില്ല ഗൈസ്. ബിക്കോസ് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മഞ്ഞായതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് വർക്കാവേണ്ടതാണ് ഗൈസ്. ഇത് വർക്കാവേണ്ട.
ഇവിടെ ഒരു ചെസ്റ്റ് അങ്ങ് വെക്കുക. എന്നിട്ട് ഇവിടെ വരിക. ഓക്കെ, ഇത്രേ ഉള്ളൂ. പണി തീർന്നു. പണി പോയിരുന്നു. വേറെ എവിടെയും ഞാൻ സ്പോണാന്ന് കണ്ടില്ലല്ലോ. പിന്നെന്താ? ഇത് വർക്കാവും ഗൈസ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കോ. ബിക്കോസ് ഇതിപ്പോൾ വർക്കാവാത്തതെന്ന് വെച്ചാൽ ഇത് മഞ്ഞാണ്. മഞ്ഞ സ്ഥലം ആയതുകൊണ്ടാണ് ഈ ഇപ്പോൾ വർക്കാവാത്തത്. ഐ തിങ്ക് അത് കാരണമാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്കിന്നും മോഡ് പാക്കും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടതിൻ്റെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടാറ്റ ബൈ ബൈ. സീ യു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഇത് വർക്കാവാത്ത എന്താണെന്ന് ചോദിക്കില്ല. ബിക്കോസ് ഇത് ഇത് സ്നോ ഐലൻഡാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. അതുകൊണ്ടാണ് സോറി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റ.